അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മയ്യത്ത് നിസ്കാരത്തിൽ ഒരു പ്രാവശ്യം സലാം വീട്ടിയാൽ മതിയോ എന്ന സംശയം പല ആളുകൾക്കുണ്ട്. പ്രധാനമായും ഈ സമയത്ത് ഇത്തരമൊരു സംശയം വന്നത് ഖത്തറിലെ ഷേഖ് തമീം ബിൻ ഹമദ് എന്നവരുടെ പിതാവ് ഹമദ് ബിൻ ഖലീഫ എന്ന വ്യക്തി ഈ അടുത്താണ് മരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ജനാസ നിസ്കാരം മിക്ക പള്ളികളിലും നിർവഹിക്കപ്പെട്ടപ്പോൾ, അതുപോലെ തന്നെ വലിയ പള്ളിയിൽ നടന്ന നിസ്കാരം ലൈവായി പലരും കണ്ടപ്പോൾ ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലതുഭാഗത്തേക്ക് മാത്രം സലാം വീട്ടി അങ്ങനെ പോകുന്നതായിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ പലരുടെയും സംശയമായി, നിസ്കാരത്തിൽ ഒരു സലാം മാത്രമേയുള്ളൂ. ഷാഫിഈ മദ്ഹബ് പ്രകാരം മയ്യത്ത് നിസ്കാരത്തിൽ 2 സലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 4 തക്ബീറാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക, രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് തുടങ്ങുന്ന നബിയുടെ പേരിലുള്ള സ്വലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നാലാമത്തതിന് ശേഷവും ചെറിയ ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞ് 2 സലാം വീട്ടുക. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം. ഹംബലി മദ്ഹബിലും ഇതേ രൂപം തന്നെയാണുള്ളത്. ഹംബലി മദ്ഹബിൽ വേണമെങ്കിൽ ഒരു സലാം വീട്ടിയാൽ മതിയാകുന്നതാണ് എന്ന അഭിപ്രായം ഇവർ അംഗീകരിക്കുന്ന പല പണ്ഡിതരും അവരുടെ ഫതാവകളിൽ എഴുതി വെച്ചതുകൊണ്ട് ഹംബലി മദ്ഹബ് അംഗീകരിക്കുന്ന ഗൾഫ് നാടുകളിലുള്ള പലരും ഈ രൂപത്തിൽ നിസ്കരിക്കാറുണ്ട്. ഒരു സലാം വീട്ടിക്കൊണ്ട് അതിൽ വസ്വാസ് ആകേണ്ട കാര്യമില്ല. ഇനി മാലിക്കി മദ്ഹബാണെങ്കിലോ, മാലിക്കി മദ്ഹബ് പ്രകാരം ഒരു സലാം മാത്രം വീട്ടിയാൽ മതി, രണ്ടാമത്തത് വീട്ടാൻ പാടില്ല എന്ന. ഹനഫി മദ്ഹബ് പ്രകാരം നമ്മളെ പോലെ തന്നെ 2 സലാമും വീട്ടാം. ചുരുക്കത്തിൽ ഷാഫിഈ, ഹനഫി, ഹംബലി ഈ 3 മദ്ഹബുകളിലും 2 സലാം വീട്ടണം എന്നു തന്നെയാണ്. ഹംബലി മദ്ഹബിൽ ഒരു സലാം വീട്ടിയാലും നിസ്കാരം സ്വഹീഹാകും. മാലിക്കി മദ്ഹബ് പ്രകാരം മാത്രമാണ് മയ്യത്ത് നിസ്കാരത്തിന് ഒരു സലാം മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധനയുള്ളത്. ഗൾഫ് നാടുകളിൽ മദ്ഹബ് വ്യത്യസ്തമായ ആളുകൾ തന്നെ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമസ്കാരത്തിലെ പല കാര്യങ്ങളിലും ചെറിയ വ്യത്യാസം കാണുമ്പോൾ നാം വസ്വാസായി പോകേണ്ടതില്ല. 4 മദ്ഹബുകളും അംഗീകരിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതിലുള്ള ഒരു മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാകുമ്പോൾ അതൊരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളൊക്കെ സ്വീകാര്യ യോഗ്യമാകുന്ന രൂപത്തിൽ നിർവഹിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.